നമസ്കാരം. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ജെഇഇക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. അത് മതിയല്ലോ അല്ലേ എന്ന് ധാരാളമായിട്ട് സ്റ്റുഡൻസും പേരൻസും ചോദിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ശരിയാണ്, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ജെഇ വഴി IITs, NITs, IIITs, GFTIs തുടങ്ങി പ്രമുഖമായ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് അക്കാഡമിക് പെർഫോമൻസ് ഉള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും ശരി, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അഡ്മിഷൻ നൽകുന്ന അത്രയും സീറ്റുകൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജെഇഇക്കൊപ്പം നമുക്കൊരു പ്ലാൻ ബി എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് there is a good news. നല്ല എഞ്ചിനീയർ ആകുന്നതിനും നല്ല പ്രൊഫഷനിൽ എത്തിച്ചേരുന്നതിനും വേണ്ടി നല്ല ആൾട്ടർനേറ്റ് ചോയ്സസ് ഈസ് അവൈലബിൾ ടുഡേ. അത്തരം സ്ഥാപനങ്ങളിൽ കൂടി അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചുള്ള നമ്മുടെ പ്ലാൻ ബി യെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വർഷം ബിടെക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള 10 എൻട്രൻസ് എക്സാമിനേഷൻസ് കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. First in the list is anyway JEE Joint Entrance Examinations. JEE മെയിൻ ആപ്ലിക്കേഷൻസ് ഒക്ടോബർ നവംബറിലാണ് എന്ന് നിങ്ങൾക്കറിയാം. ജനുവരിയിലും ഏപ്രിലും JEE മെയിൻ എക്സാമിനേഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ JEE അഡ്വാൻസ്ഡ് വരും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അടുത്ത എൻട്രൻസ് എക്സാമിനേഷൻ BITSAT, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഡ്മിഷൻ ടെസ്റ്റ്. ബിറ്റ്സ് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ബിറ്റ്സ് പിലാനി വളരെ പ്രധാനപ്പെട്ടതാണ്. IITs, NITs പോലെയൊക്കെ തന്നെ ഇന്ത്യസ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെടുന്നതാണ് ബിറ്റ്സ് പിലാനി. പിലാനി, ഗോവ, ഹൈദരാബാദ് തുടങ്ങിയ ഏത് ക്യാമ്പസിലും അഡ്മിഷൻ കിട്ടിയാൽ വളരെ നല്ലതാണ്. പല വിദ്യാർത്ഥികളും ഈ എൻട്രൻസ് എക്സാമിനേഷന് ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് കണ്ടുവരുന്നുണ്ട്. ആപ്ലിക്കേഷന്റെ രജിസ്ട്രേഷൻസ് ജനുവരി മുതൽ മാർച്ച് വരെയാണ് സാധാരണ കാണുന്നത്. എൻട്രൻസ് എക്സാമിന്റെ സെഷൻ 1 മെയ് മാസത്തിൽ വരും. അതോടൊപ്പം തന്നെ സെഷൻ 2 ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് കൂടി ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് എൻട്രൻസ് എക്സാം ടു നോ ഈസ് AEEE, അമൃത എൻട്രൻസ് എക്സാം ഫോർ എഞ്ചിനീയറിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ജനറലി മെയിൻറ്റെയിനിങ് റെസ്പെക്ടബിൾ സ്റ്റാൻഡേർഡ്സ്. ആപ്ലിക്കേഷൻ സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച്, ഏപ്രിൽ വരെ ഉണ്ടാകും. എൻട്രൻസ് എക്സാമിനേഷൻ ഫേസ് 1 ഫെബ്രുവരിയിലും ഫേസ് 2 മെയ്യിലും പ്രതീക്ഷിക്കാം. സബ്ജക്റ്റുകളായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും പ്രതീക്ഷിക്കണം. അടുത്ത 2 എൻട്രൻസ് എക്സാമിനേഷൻസ് കേരള സ്റ്റുഡൻസ് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതാണ്. അതിൽ ആദ്യത്തേത് CUSAT CAT, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. സാധാരണയായി ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ. അതോടൊപ്പം മെയ് മാസത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ വരും. സബ്ജക്ട് വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഡിപെൻഡിംഗ് ഓൺ ദ കോഴ്സസ് ടു ബി ടേക്കൺ. നെക്സ്റ്റ് എൻട്രൻസ് എക്സാം, ദ മോസ്റ്റ് പോപ്പുലർ എൻട്രൻസ് എക്സാം among Keralites, KEAM, കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. സാധാരണയായി ഫെബ്രുവരി ടു മാർച്ച് മാസത്തിലാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ. അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ എക്സാമിനേഷൻസ് വരും. എല്ലാവർക്കും അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് സബ്ജക്ട് കോമ്പിനേഷൻ. അടുത്തതായി സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ അഡ്മിഷൻ കിട്ടുന്ന ധാരാളം സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ദിസ് എൻട്രൻസ് എക്സാമിനേഷൻ is known as COMEDK UGET. This is expanded as Consortium of Medical, Engineering and Dental Colleges of Karnataka Undergraduate Entrance Test. ഫെബ്രുവരി, ഏപ്രിൽ മാസത്തിലാണ് ഇതിന്റെയും ആപ്ലിക്കേഷൻ ഫോം ഇൻവൈറ്റ് ചെയ്യുക. ആൻഡ് എൻട്രൻസ് എക്സാംസ് ആർ കണ്ടക്ടഡ് ഇൻ ദ മന്ത് ഓഫ് മെയ്. സാധാരണ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഇതിന്റെയും സബ്ജക്ട് കോമ്പിനേഷൻ. ഇനി പറയുന്ന 3 എൻട്രൻസ് എക്സാമിനേഷൻസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചാണ്. അതിലൊന്ന് VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. നവംബർ മുതൽ മാർച്ച്, ഏപ്രിൽ വരെയൊക്കെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം. ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ സാധാരണ കണ്ടുവരുന്നത്. സബ്ജക്ട് കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി ഇതിന്റെ ഭാഗമാണ്. VITയുടെ വെല്ലൂർ, ചെന്നൈ, ഭോപ്പാൽ ആൻഡ് ഹൈദരാബാദ് ക്യാമ്പസിലേക്ക് ഈ എൻട്രൻസ് എക്സാമിലൂടെ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അടുത്തത് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ്. SRMന്റെ ചെന്നൈ, ഡൽഹി, അമരാവതി, സോനിപറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഉപയോഗപ്പെടും. ജനുവരി മുതൽ ജൂൺ വരെയാണ് സാധാരണ ഈ ആപ്ലിക്കേഷൻ വിൻഡോ. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻസ് മൾട്ടിപ്പിൾ ഫേസിലുണ്ട്. ഏപ്രിൽ, ജൂൺ, ജൂലൈ മാസങ്ങളിലൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ടാകും. സബ്ജക്ട്സ് ടു ബി കവേർഡ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ ബയോളജി. അടുത്തത് മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ് MET. മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ മാഹെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. സാധാരണയായി ഫ്രം ഫെബ്രുവരി ടു മാർച്ച്, ഏപ്രിലൊക്കെയാണ് ആപ്ലിക്കേഷൻ വിൻഡോ. എൻട്രൻസ് എക്സാം മൾട്ടിപ്പിൾ ഫേസസിൽ അവൈലബിൾ ആയിരിക്കും. മാർച്ച്, ഏപ്രിൽ വിൻഡോസിലൊക്കെ എക്സാമിനേഷൻസ് അവൈലബിൾ ആണ്. സബ്ജക്ട് വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ ബയോളജി. ഇനിയും സിമിലർ ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ദാറ്റ് ഈസ് CUET നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. നമുക്കറിയാവുന്നതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ജനറൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഇത്. എങ്കിൽ പോലും നമുക്ക് ബിടെക് അഡ്മിഷനും ഇത് പലപ്പോഴും ഉപയോഗപ്പെടും. തിരഞ്ഞെടുക്കപ്പെട്ട ചില സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ബിടെക് അഡ്മിഷന് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഉപയോഗപ്പെടുത്താറുണ്ട്. ആപ്ലിക്കേഷൻ വിൻഡോ ഫെബ്രുവരി, മാർച്ചിൽ അവൈലബിൾ ആയിരിക്കും. എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് മെയ് മാസത്തിലായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് along with ഇംഗ്ലീഷ് ആയിരിക്കും സബ്ജക്ട് കോമ്പിനേഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ.
ആദ്യം പറഞ്ഞതുപോലെ ഈ വർഷം എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ള 10 എൻട്രൻസ് എക്സാമിന്റെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള 2 or 3 ഒക്കെ എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം, എഴുതണം. കേരള സ്റ്റുഡൻസിന് ഇടയിൽ വളരെ പോപ്പുലർ ആണ് JEE, കീം ആൻഡ് ക്യുസാറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ്. ഇതിൽ എല്ലാ എൻട്രൻസ് എക്സാമിനേഷന്റെയും സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണ്ട് കോമൺ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് കോമൺ ആയിട്ട് മതിയാകും. നിങ്ങൾക്ക് പോസിബിൾ ആൻഡ് ഫീസിബിൾ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ചൂസ് ചെയ്ത് അവ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടുന്നതിനും നന്നായി പഠിച്ച് നല്ല കരിയറിൽ എത്തിച്ചതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.